പ്രൈസ് ദി ലോർഡ്. ഈ വചന ദീപ്തി ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, റോമാക്കാർക്കെതിരെ ലേഖനം 1:16. സുവിശേഷം അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ദൈവശക്തിയാണ് സുവിശേഷം. കർത്താവിൻ്റെ തിരുവചനത്തിൽ ജെറമ്യാ 23:28 കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവർ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. തൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവർ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് ദൈവവചനം കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. വചനം വായിച്ചിട്ടുള്ളവരാണ്. വചനം കേൾക്കുകയും അതുപോലെ ഒരുപാട് വചനം എഴുതുകയും ഒരുപാട് വചനം ലഭിച്ചിട്ടുള്ളവരുമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അത് എത്രമാത്രം ആ നല്ല സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ, നമ്മൾ അനുഭവിച്ച ഈശോയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഈശോയെക്കുറിച്ച് എത്രമാത്രം അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി, സുവിശേഷം അത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവീക ശക്തിയാണെന്നാണ്. പക്ഷെ ഈ രക്ഷ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? നമ്മളറിഞ്ഞ, നമ്മൾ അനുഭവിച്ച ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാവണം. കർത്താവിൻ്റെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദുരിതത്തിന് അത് കാരണമായി തീരും. ഇല്ലെങ്കിൽ ലോകമ്പാട് നമ്മൾ വചനം കേൾക്കുവാനും അതുപോലെ തന്നെ എവിടെയാണ് രക്ഷ കിട്ടുക എന്ന് നമ്മൾ ഓടി നടക്കുകയാണ്. നമ്മൾ കൂടാത്ത ധ്യാനങ്ങളില്ല, പ്രാർത്ഥന കൂട്ടായ്മയില്ല, കൺവെൻഷനില്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഈ രക്ഷയെക്കുറിച്ച് നമുക്ക് എത്രമാത്രം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം നമുക്ക് സുവിശേഷമാക്കി മാറ്റാൻ സാധിക്കണം. നീ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതമാണ്. മനുഷ്യരുടെ മുമ്പേ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഏറ്റുപറയും. ഇത്ര നാൾ നമ്മൾ പോയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് സൗഖ്യം കിട്ടി, നമ്മൾ സാമ്പത്തികമായി ഉയർന്നു, നമ്മുടെ രോഗം മാറി. പക്ഷെ എത്രമാത്രം നമുക്കത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്? ഒരുപക്ഷെ ഈ വിഷയം കേൾക്കുമ്പോഴോ കാണുമ്പോഴോ കേൾക്കുമ്പോഴൊന്നും ഒരു തൃപ്തി വരില്ല നമുക്ക്. കാരണം വലിയ രോഗശാന്തിയുടെ ശുശ്രൂഷയോ വലിയ അത്ഭുതത്തിൻ്റെ ശുശ്രൂഷയല്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മളെ രക്ഷയിലേക്ക് നയിക്കും, യഥാർത്ഥമായ രക്ഷയിലേക്ക്. അത് എത്രമാത്രം നമുക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും? പ്രഭാഷകന്റെ പുസ്തകം 36:5, കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ മറ്റുള്ളവരും അങ്ങയെ അറിയുവാനും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ. നമ്മളിതെങ്ങനെ പറയാണ്ട് എങ്ങനെ അറിയും? അവരെ മനസ്സിലാക്കി കൊടുക്കാണ്ട് എങ്ങനെ അറിയും? നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ അറിയുന്നു, ആ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പലർക്കും പറയുമ്പോൾ മറ്റു പലരും പറയുന്നൊരു കാര്യമുണ്ട്, അത് വൈദികരെ പണിയല്ലേ, കന്യാസ്ത്രീമാരുടെ പണിയല്ലേ പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. കുറച്ച് ബ്രദേഴ്സ് അതിനുവേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരുണ്ട്. അവരുടെ പണിയല്ലേ, ഞങ്ങളുടെ പണിയൊന്നല്ല. അല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, മാമോദീസയിലൂടെ നാം എല്ലാവരും മിഷണറിമാരാണ്. മാമോദീസയിലൂടെ നാം എല്ലാവരും മിഷണറിമാരാണ്. അപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗമാവുമ്പോൾ തന്നെ നമുക്കൊരു മിഷനുണ്ട്, അതോടൊപ്പം നമുക്കൊരു വിഷൻ വേണം. ഹല്ലേലൂയ! നമുക്കൊരു മിഷനുണ്ട്. ആ മിഷൻ എന്താണ്? അത് വിഷനിലേക്ക് അത് പൂർത്തീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മൾ നല്ലൊരു പിക്നിക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ നിന്ന് വന്നാൽ, നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ പിന്നെ പിക്നിക്ക് പോയി അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോയി ഹോളി ലാൻഡിലേക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോടൊരു കാര്യം പറയാതെ മിണ്ടാതിരിക്കുമോ? എല്ലാവരോടും വിളിച്ച് പറയില്ലേ, ഞങ്ങൾ അവിടെ പോയി, വളരെ സുന്ദരം, മനോഹരം, വളരെ നന്നായിട്ടുണ്ട്, പോകണം എന്നുള്ളത്. എവിടെ പോയാലും നമ്മളൊരു പിക്നിക്ക് പോയാൽ പറയും. പക്ഷേ ഇത്രയും നാള്
നിന്നെ കാത്തു പരിപാലിച്ച ഈശോ. നമ്മളെപ്പോഴും പറയും, എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നെ കാത്തുകൊണ്ടു, ആ അപകടത്തിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് ഒക്കെ എന്നെ രക്ഷിച്ചു. അല്ലെങ്കിൽ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തോട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ബ്രദറെ, തൊട്ടപ്പുറത്തുള്ള ആൾ മരിച്ചുപോയി, ഇപ്പുറത്തുള്ള ആൾ മരിച്ചു. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ആ ഇദ്ദേഹം ഏകദേശം ആയിൻ്റെ, ആ ഓക്സിജൻ ഊരാറായിട്ടുണ്ട്, മരിക്കുള്ളൂ എന്ന് അവിടെ ഉള്ളവരും പറയാ. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റെ ദൈവം രക്ഷിച്ചു. എന്തിനാ രക്ഷിച്ചത്? വീണ്ടും പഴയ പോലെ ഓടിച്ചാടി സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും സമ്പത്തിട്ടുകാനും സമ്പത്തുണ്ടാക്കുവാനും ഈ ലോകത്തിൻ്റെതായ ജീവിതത്തിലേക്ക് കടന്നു പോകാനാണോ നമ്മളെ ദൈവം വീണ്ടും നമുക്ക് ജീവൻ നൽകിയത്? ആണോ? നമ്മുടെ ചിന്താഗതി അങ്ങനെയാ. ഓ രക്ഷിച്ചു, ഇതൊക്കെ പറയാൻ നമ്മൾ രക്ഷിച്ചു. ഞാൻ ഓർക്കാം, ഈ KST കരിസ്മാറ്റിക് നവീക മുന്നേറ്റത്തിൻ്റെ ആസ്ഥാനത്തേക്ക് ഇങ്ങനെ മീറ്റിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരി അടുത്ത് വന്നിട്ട് പറയുകയാണ്, സഹോദര, എൻ്റെ പേര് ഇന്നതാണ്, ഇന്നതാണ് സ്ഥലം, എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തി. സഹോദരനും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തൊട്ടപ്പുറത്ത് പോയിട്ട് ഇത് തന്നെ പറയുന്നു, എല്ലാവരോടും പറയാം. എന്താ അത്? കർത്താവിനെ മഹത്വപ്പെടുത്താം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ആ സുവിശേഷം പറയുക, തന്നെ രക്ഷയ്ക്ക് നയിച്ച ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാ. അല്ലെങ്കിൽ നിനക്ക് ദുരിതം, കർത്താവിൻ്റെ സുവിശേഷം അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിലെ ഇത് എന്നിൽ ഒതുങ്ങി, എന്നിൽ ഞാൻ അനുഭവിച്ച്, എനിക്ക് കിട്ടി, ഇങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പലരും ഈ ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് മറ്റുള്ളവർക്കൊക്കെ വണ്ടിയിലും മറ്റുള്ള ഇതിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല ലാഭമുണ്ടായിരിക്കും, അതൊരു ജോലിയായിട്ട് അവർ എടുത്തിരിക്കുക. അല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല. വണ്ടിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ നഷ്ടം സംഭവിക്കുമല്ലോ. പക്ഷേ അവരെന്ത് സംഭവിച്ചു? അവർ ധ്യാനം കൂടുന്നു, ഈശോയെ അറിഞ്ഞു. അവർക്ക് ചെയ്യുന്ന സുവിശേഷ വേല എന്താ? മറ്റു ആത്മാക്കളെ, പാപികളും പാപത്തിൽ അകപ്പെട്ട മക്കളെ ഈശോയെ കൂടുതൽ ഈശോയെ അവരിലേക്ക് എത്തിക്കുക. പ്രത്യാശയില്ലാതെ നിരാശയിൽ വീണെടുക്കുന്ന മക്കളെ യേശുവിലേക്ക് ഉള്ളത് സുവിശേഷ വേല. അവർക്ക് അതറിയത്തുള്ളൂ. സുവിശേഷം പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുക മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും സാമ്പത്തികമായും എന്തൊക്കെ സുവിശേഷത്തിന് സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാണ് പ്രിയപ്പെട്ടവരെ, എങ്ങനെയെല്ലാം ആ സുവിശേഷത്തിൽ പങ്കെടുക്കുവാനാണ് സാധിക്കും. അത് നമ്മൾ ചെയ്യുന്നത്. അതാണ് മാമോദീസയിലൂടെ നാം എല്ലാവരും മിഷണറിമാരാന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. ആ മിഷൻ വിഷനായിട്ട് മാറി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച്, നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ച് പറയുക. അതാണ് നമ്മുടെ ദൗത്യം. ഏറ്റവും വലിയ ദൗത്യം അതാ. പ്രസംഗിക്കുക, അതുപോലെ പ്രവൃത്തി. മദർ തെരേസയെ നോക്കിയാൽ പ്രസംഗിച്ചു കൊണ്ടല്ല മാനസാന്തരത്തിലേക്ക് ആൾക്കാരെ, പ്രവൃത്തിയിലൂടെ. അതാ പറയണേ, എങ്ങനെയൊക്കെ യേശുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ, നമ്മുടെ കഴിവ്, കൈകളും കാലുകളും നാവുകളും എങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും. അത് നീ കൈവച്ചാൽ, പ്രിയപ്പെട്ടവർ, അതിലേക്ക് നീ കടന്നു വന്നാൽ, തീരുമാനമെടുത്താൽ, നിന്റെ ദുരിതം കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, എൻ്റെ ജീവിതം തകർന്നു പോയപ്പോൾ, സാമ്പത്തികമായി തകർന്നു പോയപ്പോൾ, ഇപ്പോഴും എപ്പോഴേലും ഒരു സാഹചര്യമില്ല. പക്ഷെ കർത്താവിന്റെ വചനം പറയണം, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നീ എൻ്റെ വചനം പ്രസംഗിക്കുക, നീ എനിക്ക് വേണ്ടി ഉപയോഗിക്കുക. ഒരു സാഹചര്യമില്ലായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും, സാമ്പത്തിക ലക്ഷങ്ങൾ കടബാധ്യത വന്നപ്പോഴും. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ വിളിച്ചു. അന്ന് ഞാൻ കാലെടുത്ത് വെച്ചതാ, ഇന്ന് വരെ ഞാൻ പുറകോട്ട് നോക്കിയിട്ടില്ല. അന്ന് ഞാൻ കർത്താവിലേക്ക് കാലെടുത്ത് വെച്ചതാ, ഇന്ന് വരെ പുറകോട്ട് നോക്കിയിട്ടില്ല. ഏതെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോഴും കർത്താവിലേക്ക് മാത്രം നോക്കി മുന്നോട്ട് പോയി. നമുക്കത് കഴിയണം. സുവിശേഷം പ്രസംഗിക്കുക, നിന്റെ ദുരിതം കർത്താവ് എടുത്തു മാറ്റും.
എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്നെ അപകടത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചത് വീണ്ടും പഴയ പോലൊരു ജീവിതത്തിലേക്ക് മടങ്ങി പോകാനല്ല. പുറപ്പാട് ദിവസം 9:16 എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. നമുക്കത് എത്രമാത്രം മനസ്സിലാവും? വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ആ കോവിഡ് കാലത്തും ആ പ്രളയകാലത്തും എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യർ പറഞ്ഞതാ. പക്ഷെ അതെല്ലാം മറന്നു. വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ ലോകത്തിലേക്ക് എങ്ങനെയെല്ലാം മുന്നോട്ട് പോകും, എങ്ങനെയല്ല എന്തെല്ലാം ചെയ്തിട്ടായാലും മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കർത്താവിനെല്ലാം മാറ്റിവെച്ച് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, പലരും അതിന് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം. കോംപ്രമൈസ് ചെയ്ത് കർത്താവിൻ്റെ സ്ഥാനം മാറ്റിവെച്ച് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുക. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ് വളരെ കഷ്ടമാണ്. എല്ലാ ദൈവങ്ങളും ഒന്നുമല്ലേ എന്ന്. എല്ലാ ദൈവങ്ങളും ഒന്നാണെങ്കിൽ നൈജീരിയയിൽ 1,00,000 പേരെ തീയിലിട്ട് കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ ദൈവങ്ങളും ഒന്നാണോ? ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചതിന്റെ പേരില 1,00,000-ഓളം പേരാണ് തലയെറുത്തും പച്ചയോടെ കത്തിച്ച് കളഞ്ഞിട്ടുള്ളത്. സുഡാനിലെ 1.5 പേരെയാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു മതം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുക. എല്ലാ മതങ്ങളും ഒന്നാണോ? നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ മതങ്ങളും ഒന്നല്ലേ എന്ന്. എല്ലാ ദൈവമക്കളെ, 1 കൊറിന്ത്യസ് 8:6 വചനം പറയുന്നുണ്ട്, നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ ഈ ഭൂമിയുടെ ഇടയിലൊക്കെ പല നാഥന്മാരും ദേവന്മാരൊക്കെ ഉണ്ട്. എന്നിട്ട് വചനം പറയാണ്, എങ്കിലും നമുക്കൊരു ദൈവമുള്ളൂ, യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമേ ഉള്ളൂ. അവനെ കുറിച്ച് പറയുക. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും? ആ സുവിശേഷത്തെ മുറുകെ പിടിക്കണം പ്രിയപ്പെട്ടവരെ. ആ സുവിശേഷമായിട്ട് നമ്മൾ മാറണം. ഈ സുവിശേഷമല്ലാണ്ട് വേറെ എന്ത് വിശേഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറയാനുള്ളത്? വേറൊരു വിശേഷം പാടില്ല. കർത്താവിൻ്റെ തിരുവചനത്തിൽ അതാ പറയണ, തൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവർ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. നിനക്ക് ഇന്ന് ജീവൻ തന്ന ദൈവം, നിന്നെ വഴി നടത്തുന്ന ദൈവം. മിഷനിലേക്ക് പോകുന്നവരെ, ഒരുപാട് മിഷൻ ശുശ്രൂഷയിലേക്ക് പോകുന്നവരെ അവഹേളിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. കുറ്റം പറയുന്ന ഒരു കാര്യമുണ്ട്. പലരും ഇവിടെയൊന്നും ഇല്ലാണ്ടാണോ അവിടേക്ക് പോകണേ എന്നുള്ളത്. ഞാൻ ഒരു സ്ഥലത്തെ മാത്രം പറയാം. പരിശുദ്ധാത്മാവിനെ പ്രചോദനം തന്നിട്ടൊരു വിഷയം എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ പലപ്പോഴും ആ ശുശ്രൂഷയിൽ പറയുമ്പോൾ പലരും എന്താ ഒരു അവജ്ഞതയോടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. വേറെ എന്തെങ്കിലും വചനത്താലേ രോഗശാന്തി കിട്ടണത് പറയേ ബ്രദറെ, അതല്ലേ ഒരു ഉച്ഛേദനം തരുന്നത്. പക്ഷെ നിന്റെ ദുരിതം മാറുന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതായത് ഒരു സ്ഥലത്ത്, തെലുങ്കാന എന്ന സംസ്ഥാനത്ത്, ഞാൻ പറയാം ആന്ധ്രാപ്രദേശ് 2 തെലുങ്കാന എന്നൊരു സംസ്ഥാനത്ത് 1750 ഗ്രാമങ്ങളാണ് ഉള്ളത്. അവിടെ 250 ഗ്രാമത്തിലോ യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂ. 1500 ഗ്രാമങ്ങൾ യേശുവിനെ അറിഞ്ഞില്ല. ആര് പോകും? ആര് പറയും? സമരിയാക്കാരി പട്ടണത്തിലേക്ക് ഓടി എന്നാണ് പറയണത്. സമരിയാക്കാരി പട്ടണത്തിലേക്ക് ഓടി. എന്തിനോടി? ആർക്ക് വേണ്ടി ഓടി? നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ? അല്ലാണ്ട് ഗവൺമെന്റ് വല്ലതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? അത് ഓണാണോ, ക്രിസ്മസ് ആണോ, ഈസ്റ്ററിനാണോ വല്ല കിറ്റ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ. സമരിയകാരി പട്ടണത്തിലേക്ക് ഇതൊന്നല്ല. അവൾ ആ നിമിഷം അന്ന് വരെ അനുഭവിക്കാത്തൊരു സ്നേഹം, ഒരു സന്തോഷം, ഒരു സമാധാനം അവൾക്ക് മനസ്സിലായി. ഇത് ഒരു സാധാരണ മനുഷ്യനല്ല. ഇവരുടെ അനുഭവിച്ച ആ നിമിഷം തന്നെ പട്ടണത്തിലേക്ക് ഓടി ഞാൻ അറിഞ്ഞ യേശുവിനെ പറയാൻ. 1 യോഹന്നാൻ 1:1 കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ച് പങ്കുവെക്കുവാനായിട്ട് ഓടുകയാണ്. വേറെ ഒന്നുമില്ല ലക്ഷ്യം. കണ്ട, ആ നിമിഷം ഓടുകയാണ്. അറിഞ്ഞ നിമിഷം,
കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് പറയാൻ, ജീവനെക്കുറിച്ച് പറയാൻ, അവൾ അപ്പോൾ അനുഭവിച്ച യേശുവിനെ കുറിച്ച് പറയാൻ, അറിഞ്ഞ് അനുഭവിച്ച ആ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ പങ്കുവയ്ക്കുവാനായിട്ട്. ഇതാണ് യഥാർത്ഥ സുവിശേഷമായിട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ എത്രയോ വർഷമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാ ഓരോരുത്തരും ഇന്ന സ്ഥലത്ത് ധ്യാനമുണ്ട്, ഏകദിനമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുമ്പോൾ അവരുടെ മോശമായിട്ട് പെരുമാറില്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നാണ്. കാരണം അവർക്ക് അതറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. അതാണ് അവരുടെ സുവിശേഷം. മറ്റുള്ളവരോട് ചോദിച്ച് എങ്ങനെയൊക്കെ കാശുണ്ടാക്കി നിരാശപ്പെട്ട് വേദനിച്ച് കർത്താവിന് അറിയാതെ ഈ ലോകത്തിൽ ഇപ്പോഴും നടക്കുന്ന, അറിയോ പ്രിയപ്പെട്ടവര്, ഇന്ന് ഭവനങ്ങളിൽ സങ്കടകരമായ കാര്യമാണ്. സ്വന്തം വീട് ജപ്തി ചെയ്ത് പോയിട്ടും കർത്താവിലേക്ക് വരാൻ പറയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നൊരു സ്വഭാവം. ഇത് അനുഭവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇതുപോലൊരു സഹോദരൻ വിളിച്ചിട്ടാണ് ഞാനും ധ്യാനത്തിന് പോയത്. അന്ന് മുതലേ കർത്താവിനെ അറിഞ്ഞത്, അനുഭവിച്ചത്. മറ്റൊരു ലോകത്തിലില്ലേ, ബിസിനസ് ഉണ്ട്, സ്വർണം ബിസിനസ്സായിരുന്നു, ഇഷ്ടംപോലെ കാശുണ്ട്, ആ വഴിയിലൂടെയൊക്കെ പോവുകയായിരുന്നു. എപ്പോഴും എന്താവാം, കാശുണ്ട്, ഒന്നിനൊരു കുറവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പോയപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരൻ മാത്രം കൂടെ വന്ന് എന്നെ വിളിച്ചു, മോനെ ധ്യാനത്തിന് പോ, കർത്താവിന് മുമ്പിൽ ഇരിക്കി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. ഇഷ്ടമില്ല, ഇഷ്ടത്തോടെ അങ്ങോട്ട് പോയി. അന്ന് എൻ്റെ കർത്താവ് എനിക്ക് ജീവൻ തന്നതാ, അന്ന് എൻ്റെ കർത്താവിനെ വഴി നടത്തിയതാ. ആ ഒറ്റ ദൈവവചനത്തിലൂടെ അല്ലെങ്കിൽ ഒറ്റ ധ്യാനത്തിലൂടെ കർത്താവിനെ അറിഞ്ഞ് അന്ന് മുതൽ കർത്താവിനോടെ സഞ്ചരിക്കുകയായിരുന്നു. ആ പരിശുദ്ധ കുർബാനയിലൂടെയും ആരാധനയിലൂടെയും ദൈവവചനത്തിലൂടെയും കേട്ട് കർത്താവിൻ്റെ ശക്തി. മനുഷ്യരുടെ മുമ്പിൽ അന്നും ഇന്നും ഞാൻ നിൽക്കുന്നത് പ്രിയപ്പെട്ടവര്, ഞാൻ എവിടെയാണോ തകർന്നു പോയത് അവിടെ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്, പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പല പ്രതിസന്ധികൾ വന്നപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കും? ധ്യാനമൊന്നും ഇല്ലല്ലോ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇനി അതൊക്കെ നിർത്തിക്കോ? അപ്പോഴും കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ് ശക്തിപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലേ ഇങ്ങനെ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിൽ ഈ വചനം കഠിനമാണല്ലോ എന്ന് പറഞ്ഞ് പലരും വിട്ടുപോയി. അവസാനം ഈശോ ചോദിക്കുന്നുണ്ട്, എന്താ ബാക്കി നിങ്ങളും പോകുന്നില്ലേ ബാക്കിയുള്ളവരോട്? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഗുരുവേ, ഞങ്ങൾ എവിടെ പോകാനാ? നിന്റെ കയ്യിലല്ലേ നിത്യജീവന്റെ വചസ്സുകൾ. അന്ന് കിട്ടിയത് തന്നെ പ്രിയപ്പെട്ടവരെ, വേറെ ഒരു ഓട്ടം ഓടിയിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ ദൗത്യം എന്താന്ന്. ഞാൻ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു അന്ന് വരെ, പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഓരോ നിമിഷങ്ങളിലും മുള്ളുകളും ചെങ്കടലും എല്ലാം ഉണ്ടായി, തീയിലൂടെ എല്ലാം പോയി. പക്ഷെ അതൊന്നും കർത്താവ് അവിടെയൊന്നും തടഞ്ഞു നിർത്തിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വഴിയൊരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ദുരിതം മാറണമെങ്കിൽ നീ അനുഭവിച്ച, നീ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നീ തയ്യാറാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവർ അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. നിയമാവർത്തന പുസ്തകം 7:6 വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. കർത്താവിന്റെ വചനം പറയാണ്, നിയമാവർത്തന പുസ്തകം 7:7 വചനം പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളൊരു വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും സ്വന്തം ജനമാകേണ്ടതിനെ അവിടെ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിനെ നിങ്ങളെ ഞാൻ പ്രത്യേകമായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 3:13 മുതൽ. മാർക്കോസിന്റെ സുവിശേഷം 3:13 3 കാര്യങ്ങളെ പറയണേ.
ഇവിടെ നോക്കിയാൽ നമ്മൾ സാധാരണ മനുഷ്യരല്ല, അസാധാരണ മനുഷ്യരാണ്. നമ്മൾ കർത്താവിന് മിനിമം അല്ല കൊടുക്കേണ്ടത്, മാക്സിമം കൊടുക്കേണ്ടത്. എന്ത് തന്നെയായാലും, തൻ്റെ ആരോഗ്യമായാലും തൻ്റെ കഴിവായാലും നമ്മുടെ ബുദ്ധിയായാലും സമ്പത്തായാലും സമയമായാലും എന്ത് തന്നെയായാലും നമ്മുടെ മാക്സിമമാണ് കൊടുക്കേണ്ടത്, മിനിമം അല്ല കൊടുക്കേണ്ടത്. നമ്മൾ മിനിമമാണ് കൊടുത്തുകൊണ്ടിരിക്കുക, അതല്ല മാക്സിമം. ഇവിടെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാ കർത്താവിൻ്റെ സ്വന്തം ജനം എന്ന് പറയും. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിനെ, കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിനെ, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടിരിക്കുക. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 3:13 വചനം പറയാണ്, ഒന്ന് തന്നോട് കൂടെയായിരിക്കുക, 2 സുവിശേഷം പ്രസംഗിക്കുക, 3 പൈശാചിക ശക്തികളെ പുറത്താക്കുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് കൃപയിൽ നിന്ന് ശക്തി സംഭരിച്ച് തന്നോട് കൂടെ ഇരിക്കുക. കർത്താവിൻ്റെ കൃപയിൽ നിന്ന് ശക്തി സംഭരിച്ച് നീ ഒരു സുവിശേഷമായിട്ട് മാറണം. കർത്താവിൻ്റെ കരങ്ങളും കർത്താവിൻ്റെ കൈകളും അതുപോലെ തന്നെ കർത്താവിൻ്റെ കാലുകളും കർത്താവിൻ്റെ നാവുകളും കർത്താവിൻ്റെ ശരീരമായി മാറി ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. കർത്താവിനോട് കൂടെയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്, കർത്താവെ, അവിടുന്ന് ആ ദൈവീക ശക്തി കർത്താവെ അവിടുന്ന് എനിക്ക് തരണമേ. കർത്താവിൻ്റെ സുവിശേഷം ആയിത്തീരുവാനായിട്ട് ഇതാ ഞാൻ നിനക്ക് വേണ്ടി പോകുമെന്ന പൂർണ്ണമായൊരു ഉറപ്പ് കൊടുത്ത് ഏത് പ്രതിസന്ധിയിലും തളരാതെ എനിക്ക് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്ന എന്നെ വഴി നടത്തുന്ന ഈശോയെ അങ്ങയെക്കുറിച്ച് പറയുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. അങ്ങയുടെ നാവായി, അങ്ങയുടെ കരങ്ങളായി, അങ്ങയുടെ കാലുകളായി അവിടുന്ന് എന്നെ പ്രവർത്തിക്കുവാനുള്ള വലിയ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.